എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ടൗണിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും അതുപോലെ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിനും എല്ലാം വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കൂടാതെ കളമശ്ശേരി ടൗണിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും കളമശ്ശേരി മെട്രോ യാർഡിലേക്ക് ഏകദേശം 3 കിലോമീറ്ററുമാണ് വരുന്നത്. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ രാജഗിരി ഹോസ്പിറ്റലിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റി കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ശുദ്ധമായ കിണർവെള്ളം ലഭിക്കുന്ന ഒരു വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വരുന്ന ലൂവർ പാനലിംഗ് ലൈറ്റുകളും അതുപോലെ LED സിലിണ്ടറിക്കൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ ഒരു ഗ്ലാസ് വിൻഡോസൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയുള്ളൊരു എലവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 40ഓളം വില്ലകൾ വരുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ കൊടുത്തിരിക്കുന്ന 5 മീറ്റർ വീതിയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡിസൈനിൽ ഫോളോ ചെയ്തിരിക്കുന്ന പെബിൾ ടെക്സ്റ്ററൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 വേ ജംഗ്ഷനിൽ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഗേറ്റിൻ്റെ പില്ലറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 2 സ്പോട്ട് ലൈറ്റുകൾ 2 എൻഡിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും അതുപോലെ ഒരു 4 അടിയോളം വരുന്ന ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. CNC ഡിസൈൻസും അതുപോലെ HPL ഷീറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കോബ്ലർ സ്റ്റോണാണ് ഫ്ലോറിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഒരു വലിയ XUV കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് പോർച്ചിൽ കിട്ടുന്നുണ്ട്. പോർച്ചിൻ്റെ സീലിങ്ങിലൊക്കെ ലോവർ പാനലിങ്ങും LED സിലിണ്ടർക്ക് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു 3 പാളി വൈഡ് വിൻഡോ പോർച്ചിൻ്റെ ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്ത് പാവിങ് ടൈലൊക്കെ വിരിച്ച് ഒരു ടാപ്പ് പോയിൻ്റൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സെയിം കോബ്ലർ സ്റ്റോൺ തന്നെയാണ് ഫ്ലോറിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ സൈഡിലേക്കായിട്ട് നല്ല രീതിയിലൊരു പ്ലാന്റ് വർക്കുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് വീടിൻ്റെ ചുറ്റിനും 1-2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഏകദേശം ഒരു 3-4 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. G7 സ്ലാബാണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ് ബോക്സുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിലൊക്കെ ആയിട്ടും ലോവർ പാനലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. LED സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഭിത്തിയിലൊക്കെ ആയിട്ട് ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങളും തേക്കൂട്ടിൽ തീർത്ത പാനലിംഗ് സൗകര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലവേഷനും വീടിൻ്റെ ഫ്രണ്ട് ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഒരു ഒറ്റപ്പാളിയിൽ തീർത്ത ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിലും അതുപോലെ ആഞ്ഞിലിയിലുമാണ് ഇതിൻ്റെ മരങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കോർണർ സെറ്റൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ലിവിങ് റൂമിൽ കിട്ടുന്നുണ്ട്. വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങളും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും ബിഹൈൻഡിലായിട്ട് ലോവർ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡബിൾ ലൈറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ കൊണ്ട് ഒരു വലിയ ഷാൻലിയർ നമുക്ക് ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് ഒരു ഫിക്സഡ് ഗ്ലാസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭിത്തിയിലായിട്ട് നല്ല രീതിയിലൊരു വെൽവെറ്റ് ഫോഗിൻ്റെ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. എൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു പാഷിയോ സൗകര്യങ്ങൾ സ്ലൈഡിങ് ഡോറിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊരു ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്ക് കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ടും അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ക്രോക്കറി ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും നമുക്കൊരു നല്ലൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ്റെ സൗകര്യങ്ങൾ ജാഗ്വറിൻ്റെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് ടാപ്പ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൈറ്റിംഗ് മിററിൻ്റെ സൗകര്യങ്ങളും ഒരു നല്ലൊരു ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകളും ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഒരു ബീജ് കളർ കോൺസെപ്റ്റിലാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചിമ്മിണി വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 3 പാളി ചെറിയ വിൻഡോയുടെ സൗകര്യങ്ങൾ ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. വടക്ക് ഭാഗത്ത് ഒരു 4 പാളി വിൻഡോ വരുന്നുണ്ട്. ഇനി വടക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു മൾട്ടി സിങ്കിൻ്റെ സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സെക്കൻഡറി കിച്ചൺ എന്ന് പറയാവുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു എൽ ടൈപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിങ്കിൻ്റെ സൗകര്യങ്ങളും സ്റ്റോറേജ് സ്പേസുകളും വരുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഡോറ് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്നൊരു മുറ്റം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെയും പാവിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളത്തിനുള്ളൊരു കിണറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ്റെ സൗകര്യം വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അതിൽ 1ാമത്തെ ബെഡ്റൂം സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ലൈഡിങ് ഡോറിൽ കൊടുത്തിരിക്കുന്ന ഒരു കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ട് ഒരു വിൻഡോയുടെ 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിങ് മിറർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗോറിൻ്റെ തന്നെ നമ്മുടെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യവും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഡ്രസ്സിങ് മിറർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേളിലും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തേക്കായിട്ടും 2 സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ഉപയോഗിക്കാൻ പാകത്തിന് ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേ കണ്ട ബാത്റൂമിനേലും ഒരു ചെറിയ ബാത്റൂം ആണെങ്കിൽ പോലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ സെയിം ഫിറ്റിങ്സുകളുടെ കണ്ടിന്യൂഷനിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഫ്ലോറിലായിട്ട് അതിൻ്റെ വാക്ക്വേലായിട്ട് ടൈൽ ഒരു വുഡൻ പാറ്റേണിൽ വരുന്ന ടൈൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലെ വാക്ക്വേയിലെ സൈഡിലേക്കായിട്ട് നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ഗ്ലാസ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ചെറിയൊരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ, TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ലോവർ പാനലിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഒരു പാസേജ് പോലത്തെ ഒരു ഏരിയ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് ലിവിങ് ഏരിയയുടെ ഡബിൾ ഹൈറ്റ് വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കയറി വരുന്ന വ്യൂവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്.
പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടൊരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെ കണ്ടതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നല്ല രീതിയിൽ വാൽഡ്രോബ് സ്പേഷ്യസ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്നൊരു ബാത്റൂം സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. കബോർഡിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ കണ്ടതുപോലെ തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സ്പേസ് വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ബെഡ്റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കോൺക്രീറ്റ് റൂഫായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ടും സ്ലൈഡിങ് വിൻഡോസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെർവൻറ്റ് റൂമായിട്ടോ മെയ്ഡ് റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ ആ സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്ലഗ് പോയിൻറ്റും വാട്ടർ പോയിൻറ്റും വേസ്റ്റേജിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിവിശാലമായൊരു ഓപ്പൺ ടെറസ് സൗകര്യം നമുക്ക് മുകളിൽ ലഭ്യമാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി സ്പേസിൻ്റെക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് താഴെയുള്ള ലിവിങ് സ്പേസിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് അപ്പറിൽ ഒരു കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 4-5 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ വരുന്ന ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ സ്റ്റീലിൻ്റെ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ലോവർ പാനലിംഗ് വർക്കുകളും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളും വരുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് കോർണറിലായിട്ടാണ് ഈ ബാൽക്കണി സ്പേസ് വരുന്നത്. തെക്ക് വന്നിട്ടും പടിഞ്ഞാറ് വന്നിട്ടുമുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യത്തിൽ വരുന്ന ഒരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ കവേർഡായിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് റൂഫൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിനുമെല്ലാം വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നല്ല പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏകദേശം 40ഓളം വില്ലകൾ വരുന്നൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വീട് കൂടിയാണ്. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,25,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.